إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ക്രമീകരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കോരോരുത്തർക്കും നൽകിക്കൊണ്ട് അവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് അവരുടെ മനസ്സുകളിലുള്ള ആശയങ്ങളെ വിനിമയം നടത്തുവാനും മറ്റൊരാളിലേക്ക് കൈമാറുവാനുമൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് ഭാഷകൾ എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഭാഷകളാണ് മനുഷ്യന്മാരിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഷയും പഠിച്ചുകൂടാ എന്നോ ഏതെങ്കിലും ഭാഷ വെറുക്കപ്പെട്ടതാണ് എന്നോ ഉള്ള ഒരു ധാരണ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. കാരണം എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുപയോഗപ്പെടുത്തേണ്ടുന്ന മാധ്യമങ്ങളുമാണ് അവരുടെ ഭാഷകളും ആ ഭാഷയുടെ പ്രയോഗങ്ങളും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അവൻ വളരെയേറെ ശ്രദ്ധാപൂർവം പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ടുന്ന പരമപ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഷയുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുള്ള സുവ്യക്തമായ അറബി ഭാഷ എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറുവാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ഭാഷകളൊക്കെ സൃഷ്ടിച്ചുവെങ്കിലും ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുവാൻ വേണ്ടി ഹുദൽ ലിന്നാസ് മാനവ സമൂഹത്തിന് മുഴുവനും മാർഗദർശനത്തിന് വേണ്ടി എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കാൻ അവൻ തെരഞ്ഞെടുത്ത ഭാഷ ശുദ്ധമായ അറബി ഭാഷയാണ്.
അതുകൊണ്ട് തന്നെ ആ ഭാഷ അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ തൊട്ട് പഠിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധവുമാണ്. പലരും തെറ്റിദ്ധരിച്ചതുപോലെ കേവലം ഒരു വേണമെങ്കിലാവാം എന്ന മട്ടിൽ വിടേണ്ടുന്ന ഒരു പഠനമല്ല അറബി ഭാഷാ പഠനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതിനിങ്ങനെ പ്രത്യേകത വന്നു? യുഎന്നിന്റെയോ യുനെസ്കോയുടെയോ അംഗീകാരമുള്ള ഒരു ഭാഷയായി എന്ന കാരണത്താലാണോ? ഒരിക്കലുമല്ല. 28 ലോകരാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബി എന്നതിനാലാണോ? അതുകൊണ്ടുമല്ല. 128 കോടി ജനങ്ങളുടെ മതഭാഷയാണ് എന്നതുകൊണ്ടാണോ? അതുകൊണ്ടുമല്ല. മറിച്ച് അതിനേക്കാളെല്ലാം ഉപരി ഇത് ലുഗത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. ആ വിശുദ്ധ ഖുർആനാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വായിക്കലും പഠിക്കലും നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ട അവന്റെ ഈമാനികവും ഇസ്ലാമികവുമായ കടമയുമാണ്. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശുദ്ധമായ ഗ്രന്ഥം, അതിന്റെ ഭാഷ പഠിക്കുന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകങ്ങളുടെ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. ഫഇന്ന നഫ്സൽ ലുഗത്തിൽ അറബിയ്യ മിനദ്ദീൻ, അറബി ഭാഷ അത് ദീനിൽപ്പെട്ടതാണ്, നമ്മുടെ മതപരമായ ബാധ്യതയാണത് മനസ്സിലാക്കുക. വമഅരിഫതുഹാ ഫർളുൻ വാജിബുൻ, അത് ഗ്രഹിക്കലും മനസ്സിലാക്കലും പഠിക്കലുമൊക്കെ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഫഇന്ന ഫഹ്മൽ കിതാബി വസ്സുന്നതി ഫർളുൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും തിരുവചനങ്ങളും സുന്നത്തുകളുമൊക്കെ ഒരു മുസ്ലിം ഗ്രഹിക്കലും മനസ്സിലാക്കലും നിർബന്ധമാണല്ലോ. വലാ യുഫ്ഹമാനി ഇല്ലാ ബിഫഹ്മിൽ ലുഗത്തിൽ അറബിയ്യ, അത് രണ്ടും ഗ്രഹിക്കപ്പെടണമെങ്കിൽ, അത് രണ്ടും മനസ്സിലാക്കണമെങ്കിൽ സാധ്യമല്ല ഇല്ലാ ബിഫഹ്മിൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷ മനസ്സിലാക്കിയാലല്ലാതെ. അതുകൊണ്ട് അദ്ദേഹം ഒരു തത്വം പറയുകയാണ്, അടിസ്ഥാനപരമായ ഉസൂലുൽ ഫിഖ്ഹിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു തത്വം. വമാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ, ഏതൊരു നിർബന്ധമായ കാര്യം പൂർത്തിയാകണമെങ്കിൽ, ഏതൊരു കാര്യം ആവശ്യമാണോ അത് നിർബന്ധമാണല്ലോ. ഏതുപോലെ നിസ്കരിക്കണമെങ്കിൽ ഉദു നിർബന്ധമാണ്. നിസ്കാരം എന്ന നിർബന്ധ കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉദു വേണം. അപ്പൊ ഉദു സുന്നത്താണോ? ഉദുവിനെ കുറിച്ച് വേണമെങ്കിൽ ആയാൽ മതി എന്ന അലംഭാവമാണോ നമുക്കുണ്ടാവുക? ഒരിക്കലുമല്ല. നിസ്കാരം ശരിയാവണമെങ്കിൽ ഉദു വേണം. അപ്പൊ ഉദു വാജിബാണ്, നിർബന്ധമാണ്. കാരണം ഈ വാജിബായ നിർബന്ധമായ നിസ്കാരത്തിന് ആവശ്യമായ കാര്യവും എന്തു തന്നെയാണ്? നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ വായിക്കലും പഠിക്കലുമൊക്കെ നിർബന്ധമാണെങ്കിൽ ആ നിർബന്ധം ഗ്രഹിക്കുവാൻ അനിവാര്യമായ ഈ ഭാഷയെ സംബന്ധിച്ചുള്ള അറിവും നമുക്ക് നിർബന്ധമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, സുമ്മ മിൻഹാ വാജിബുൻ അലൽ അഅ്യാൻ വമിൻഹാ വാജിബുൻ അലൽ കിഫായ, എന്നാൽ ആ ഭാഷയുടെ എല്ലാ മേഖലകളെയും വളരെ കൃത്യമായി അരിച്ചു പെറുക്കി ഭാഷയിൽ വലിയ നിപുണത നേടി വലിയ ഭാഷാ പണ്ഡിതന്മാരാവുക എന്നത് എല്ലാവരെ കൊണ്ടും സാധ്യമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ നിലക്കുള്ള ഏതൊക്കെ അവൻ പഠിക്കേണ്ടതുണ്ടോ അതൊക്കെയും അവൻ പഠിക്കൽ നിർബന്ധം. അതിനപ്പുറമുള്ളത് സമൂഹത്തിൽ എല്ലാവരും പഠിക്കാതെയായാൽ എല്ലാവരും കുറ്റക്കാരാകും. ആരെങ്കിലും പഠിക്കേണ്ടുന്ന അഥവാ ഫർള് കിഫായമുണ്ട്, ഫർള് ഐനുമുണ്ട് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ, നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്ന കാര്യം വിശുദ്ധമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇന്ന് വായിക്കാൻ എത്ര പേർക്കറിയാം? സമൂഹത്തിൽ പല ആളുകൾക്കും, ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, ഇസ്തിഹ്യാ ലജ്ജ കാരണത്താൽ ഇന്നും ഖുർആൻ ഓതാൻ അറിയാത്ത എത്രയോ ആളുകളുണ്ട്.
അവരൊരാളോടത് പറയാൻ തയ്യാറല്ല. എനിക്ക് അക്ഷരം പഠിക്കണം എന്ന് പറയാൻ തയ്യാറില്ലാത്ത എത്രയോ ആളുകൾ. സ്വന്തത്തോടൊന്ന് ചോദിക്കൂ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, സ്വന്തത്തോടൊന്ന് ചോദിക്കൂ, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമായ അറബി ഭാഷയുടെ 28 അക്ഷരങ്ങളോട് കൂറുപുലർത്തിക്കൊണ്ട് അത് ഉച്ചരിക്കുവാൻ എനിക്ക് സാധ്യമാണോ എന്ന് സ്വന്തത്തോട് 1000 വട്ടം ചോദിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ പഠിക്കൽ, അതിന്റെ വായന തൊട്ട് നമുക്ക് നിർബന്ധമല്ലേ? വായിക്കണമെങ്കിൽ അതിന്റെ അക്ഷരങ്ങൾ അറിയണ്ടേ? അലിഫ് ബാ ത മുതൽ അതിന്റെ യാ വരെയുള്ള അക്ഷരങ്ങൾ. അറബി ഭാഷക്കുള്ള പ്രത്യേകത, അക്ഷരങ്ങൾക്ക് വിഘാതവും അതുപോലെ തന്നെ വകഭേദവും സംഭവിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണത്തിലുള്ള വ്യത്യാസം പോലും വലിയ അപകടത്തിലേക്കാണ് നമ്മെ നയിക്കുക. വിശ്വാസരംഗത്തുള്ള അപകടത്തിലേക്ക് നയിക്കും, പല മറ്റു കുഫറിലേക്ക് നയിക്കും. അങ്ങനെയുള്ള പല പ്രയോഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു ഖല്ലാഖാണ്. ഖല്ലാഖ് അല്ലെങ്കിൽ ഖാലിഖ്. ആ ഖാൽ എന്നത് പുള്ളിയിടാതെ ഹ വായിച്ചു പോയാൽ എന്താകും ഖല്ലാഖിന്റെ അർത്ഥം? മുടിവടിക്കുന്ന ക്ഷുരകൻ, ബാർബർ, മുടിവെട്ടുന്നവൻ, വടിച്ചു കളയുന്നവൻ. ഒരക്ഷരത്തിന്റെ പ്രത്യേകത, അറബി ഭാഷയുടെ പ്രത്യേകത തന്നെ അതിന്റെ ദ്വാദാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അറബികളെ പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത് അഹ്ലുൽ ദ്വാദി എന്നാണ്. ദ്വാദിന്റെ ആളുകൾ, ദ്വാദ് എന്ന അക്ഷരത്തിന്റെ ആൾക്കാർ എന്ന് പറയും. ചിലപ്പോ എന്തിന് അറബികൾ എന്ന് പറയാൻ വേണ്ടി. അറബികൾ എന്നതിന് പകരം അഹ്ലുൽ ദ്വാദ്, ദ്വാദിന്റെ ആളുകൾ. മുസ്ലിമീങ്ങളെ, എത്ര പേർക്ക് ദ്വാദ് ഉച്ചരിക്കാൻ അറിയാം? എത്ര പേർക്ക് ദ്വാദ് ഉച്ചരിക്കാൻ അറിയാം? ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. ദ്വാദ് ള ആയി പോകുന്ന ആ രൂപത്തിലുള്ള അവസ്ഥയിലാണ് നമ്മളുള്ളത്. അക്ഷരങ്ങൾ മാറിപ്പോകുമ്പോൾ, ഒരു പുള്ളി മാറിപ്പോയാൽ ഉച്ചാരണത്തിലുള്ള വകഭേദങ്ങൾ, വ്യത്യാസങ്ങൾ വലിയ ഗുരുതരമായ ആശയ വ്യത്യാസത്തിലേക്കും അപകടത്തിലേക്കുമാണ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുക. അതുകൊണ്ട് എല്ലാവരും സ്വന്തത്തോട് ചോദിക്കുക, എനിക്ക് അറബി ഭാഷയിലെ ഓരോ അക്ഷരങ്ങളുടെയും അതിന്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാനാകുമോ? തജ്വീദ് പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് തജ്വീദ്. ആ തജ്വീദിന്റെ തുടക്കം തന്നെയും അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് പഠിപ്പിക്കപ്പെടുന്നത്. മഖാരിജുൽ ഹുറൂഫ് എന്ന അധ്യായം അതിലെ പരമപ്രധാനവും പ്രാഥമികവുമായ അധ്യായമാണ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ. ഓരോ അക്ഷരങ്ങളും നമ്മുടെ ബോഡിയുടെ, ത്രോട്ടിന്റെ, വായയുടെ ഏത് ഭാഗത്തു നിന്ന് പുറപ്പെടുന്നു എന്ന് കൃത്യമായി നിർവചിച്ച്, അങ്ങനെ തന്നെ ദിവസങ്ങളോളം മാസങ്ങളോളം പരിശീലിപ്പിച്ച് കുഞ്ഞും നാളിലെ ഈ സമൂഹത്തെ പഠിപ്പിക്കപ്പെടുന്ന ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ട് അതിലെ ഐനിന്റെ ഉച്ചാരണം, ഗൈനിന്റെ ഉച്ചാരണം, ഖാഇന്റെ ഉച്ചാരണം, ഹാഇന്റെ ഉച്ചാരണം, ഹാഇന്റെ ഉച്ചാരണം, അതുപോലെ തന്നെ ദ്വാദിന്റെയും സ്വാദിന്റെയും സീനിന്റെയും ഷീനിന്റെയും അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ നമുക്കറിയാമോ? ഇതാരെയും കുറ്റപ്പെടുത്താൻ ചോദിക്കുന്നതല്ല, അവരവരുടെ നന്മയ്ക്ക് വേണ്ടി അവരവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യങ്ങൾ, ആത്മവിമർശനങ്ങൾ നമ്മളോട് നടത്തണം. എനിക്ക് ഈ ഭാഷയെ അതിന്റെ കൃത്യമായ അതിന്റെ ഉച്ചാരണം എനിക്കറിയാമോ? ഇല്ലെങ്കിൽ മടിക്കണ്ട, തുടങ്ങിക്കോളൂ, തുടക്കം വെച്ച് തുടങ്ങിക്കോളൂ. നമ്മൾ അങ്ങനെയല്ലേ? പ്രവാസികളായ നമുക്കത് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ല. ഇവിടെ വന്ന ഒരു ജോലിക്ക് നമ്മൾ അന്വേഷിക്കുമ്പോ, അതല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, അതിൽ നിന്ന് മറ്റൊരു പുരോഗതിപ്പെട്ട മറ്റൊരു ജോലിയിലേക്ക് കയറ്റം കിട്ടണം, പ്രമോഷൻ വേണം എന്നാഗ്രഹിക്കുമ്പോ നമുക്കതിന് തടസ്സം പലപ്പോഴും ഭാഷകളാകുമ്പോ, ആ ഭാഷകൾ അത് പഠിക്കാൻ വേണ്ടി എത്ര വലിയ പ്രയാസങ്ങൾ നമ്മൾ സഹിക്കാറുണ്ട്. എത്ര പണമാണ് അതിന് മുടക്കാറുള്ളത്, എത്ര സമയമാണ് അതിന് മുടക്കാറുള്ളത്, എത്ര ദൂരം താണ്ടിയിട്ടാണ് അത് പഠിപ്പിക്കപ്പെടുന്ന കോഴ്സുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാറുള്ളത്. പക്ഷേ വിശുദ്ധമായ ഈ ഗ്രന്ഥം ഞാനും നിങ്ങളും പഠിക്കലും അതുപോലെ തന്നെ പകർത്തലും അനിവാര്യമായ, ഏതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, മല്ലം യുജവ്വീദിൽ ഖുർആന ആസിമു ലിഅന്നഹു അകദാ മുസ്ലിമിന് നിർബന്ധമാണ്. കാരണം അതനുസരിച്ച് തെറ്റുകൂടാതെ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ആസിമുൻ, അവൻ മഹാപാപിയാണ്, കുറ്റക്കാരനാണ്.
തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യണം, തെറ്റുകൂടാതെ. കാരണം എന്താ? ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, ശുദ്ധമായ കൃത്യമായ അപ്രകാരം തന്നെയാണ് മിൻഹു ഇലൈനാ വസല, നമ്മിലേക്ക് അത് എത്തിക്കിട്ടിയിട്ടുള്ളത്. ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമുണ്ടോ വിശുദ്ധ ഖുർആനിൽ? ഏത് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഖുർആനാണെങ്കിലും അതിൽ വല്ല വ്യത്യാസവുമുണ്ടോ? ഇല്ല. അത് അതേപോലെ പാരായണവും അതേപോലെ അതിന്റെ അക്ഷരങ്ങളോട് കൂടുപുലർത്തിക്കൊണ്ടതിന്റെ ഉച്ചാരണവും പരമപ്രാധാന്യമർഹിക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. അവർ അറബികളായിരുന്നിട്ട് പോലും ഭാഷയിൽ വരുന്ന പിഴവുകളെ, ആ രംഗത്ത് വരുന്ന ഏതെങ്കിലും പോരായ്മകളെ ശിക്ഷണ നടപടികളിലൂടെ തിരുത്തിക്കൊടുത്തിരുന്നു എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. കാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യദ്രിബു വലദഹു അലൽ ലഹ്നി, തന്റെ കുട്ടിയെ, ഭാഷയിൽ വരുന്ന പാരായണത്തിലൊക്കെ വരുന്ന പിഴവിന്റെ പേരിൽ തന്റെ കുട്ടിയെ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു അടിക്കാറുണ്ടായിരുന്നു. നമ്മളിന്ന് ഇംഗ്ലീഷിന്റെ ഉച്ചാരണത്തിലോ അല്ലെങ്കിൽ അതിൽ സൈലന്റ് ആവേണ്ട ഒരു അക്ഷരം സൈലന്റ് ആവാതെ വ്യക്തമായി ഉച്ചരിച്ചാലോ ഒക്കെ കുട്ടികളെ തല്ലും. വളരെ മോശം. നമുക്ക് വല്ലാത്തൊരു വിഷമാണത്. അതേ അവസരത്തിൽ ആ മോന് ഫാത്തിഹ ഓതാൻ അറിയോ? ആ മോന് ഫാത്തിഹ അറിയാമോ? ഫാത്തിഹ ഓതുന്നതിൽ തെറ്റുവരുത്തുന്ന വിധത്തിൽ ഫാത്തിഹ ഓടുന്നവനെ തുടർന്ന് നിസ്കരിക്കാൻ വരെ പാടില്ലെന്നല്ല ഇസ്ലാമിന്റെ നിയമം. മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു വാചകം കേട്ടോളൂ. അൽ ഇത്തിമാമു ബികുല്ലി ഇമാമിൻ ബാലിഗിൻ മുസ്ലിമിൻ ഹുർരിൻ വഅബ്ദിൻ അൽ ഇസ്തിഖാമ ജായിസുൻ. ആരുടെ പിന്നിലും തുടരാം. പക്ഷെ ആരായിരിക്കണം ഇമാം? ആരായിരിക്കണം? പ്രായപൂർത്തിയായ മുസ്ലിമായ സ്വതന്ത്രമോ അടിമയോ ആരോ ആകട്ടെ, ജായിസാണ് തുടരൽ. ഇല്ലം യകുൻ യൽഹനു ഫീ ഉമ്മിൽ ഖുർആനി ലഹ്നൻ യുഹീലുൽ മഅനാ, അയാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിൽ അക്ഷരപ്പിശക് സംഭവിക്കുന്നയാളല്ലെങ്കിൽ, ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാനറിയാത്തവന് പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ വരെ പാടില്ലെന്നാണ് ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും പഠിപ്പിച്ചത്. അത്ര നിർബന്ധമായ സംഗതിയാണ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് അതറിയോ? അതുകൊണ്ട് സ്വന്തത്തോട് ചോദിക്കുക, ഞാൻ പഠിക്കണം, അക്ഷരങ്ങൾ തുടങ്ങി പഠിക്കണം. അക്ഷരമാല മുതൽ തുടങ്ങി പഠിക്കുക. ലജ്ജ വേണ്ട. നമ്മുടെ ഖബറിൽ ഉപകരിക്കും ഇത്, പരലോകത്ത് ഉപകരിക്കും ഇത്. എന്തിന്? ഞാൻ എന്തിനാ അക്ഷരം മുതൽ പഠിച്ചു തുടങ്ങേണ്ടത്? എന്റെ മക്കളെ എന്തിനാണ് അതിന് അങ്ങനെ പഠിപ്പിക്കേണ്ടത്? എന്തിനു വേണ്ടി? അവര് വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അങ്ങനെ അറബി ഭാഷയിലൂടെ കൂടുതൽ ഗ്രഹിക്കുവാൻ സാധ്യമാകണമെങ്കിൽ കൂടുതൽ അതിനെ സംബന്ധിച്ചുള്ള അറിവും വിവരവും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, തഫഖഹു ഫിദ്ദീനി വതഅല്ലമുൽ അറബിയ്യ. ഇമാം അബ്ദുർ റസാഖ് അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തിയത് കാണാം. തഫഖഹു ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ അവഗാഹം നേടൂ, മതപരമായ വിഷയങ്ങളിൽ നിങ്ങൾ നന്നായി ഗ്രഹിക്കൂ. വതഅല്ലമു അൽ അറബിയ്യ, നിങ്ങൾ അറബി ഭാഷ പഠിക്കുകയും ചെയ്യുകയും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഗ്രഹിക്കുവാനും അതിന്റേതായ തത്വങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും ഉപകാരപ്പെടുന്ന നിലക്ക് ആ നിയത്തോടെയായിരിക്കണം. സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പിഴച്ചുപോയത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഫഇൻ ആമ്മത വലാലി അഹ്ലിൽ ബിദഅ കാന ബിഹാദ സബബ്. ഭാഷയിലുള്ള അറിവുഭേദം വിവരക്കേടും കൊണ്ടാണ് പല പഴച്ച കക്ഷികളും പുത്തൻവാദികളും അവരുടെ മുഴുവൻ പിഴവുകളും ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഭാഷ പോലും അറിയാതെ വ്യാഖ്യാനിച്ചു പലരും. ഭാഷ മാത്രം അറിഞ്ഞുകൊണ്ട് മാത്രം ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയൂല, അത് വേറെയും വിഷയം. കാരണം അറബി ഭാഷ, നിഘണ്ടു, ഭാഷാഗ്രന്ഥങ്ങൾ മാത്രം തുറന്നു വെച്ച് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ നിന്നാൽ തെറ്റിപ്പോകും. കാരണം അതിന്റെ ആധികാരികമായ വ്യാഖ്യാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് വിരുദ്ധമായി കേവല ഭാഷാർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നതും അപകടം ചെയ്യും. അതേ അവസരത്തിൽ പലരും ഖുർആനിനെ വ്യാഖ്യാനിച്ചത് അതിന്റെ ഭാഷ പോലും അറിയാതെയാണ്. ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, ഫഇന്നഹും സാറൂ യഹ്മിലൂന കലാമല്ലാഹ്,
അള്ളാഹുവിന്റെയും റസൂലിഹി അവന്റെ റസൂലിന്റെയും വാക്കുകളെ അവര് അർത്ഥം വെക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അലാമാ യദ്ദഊന അന്നഹു ദാല്ലുൻ അലൈഹി, അവര് കൊടുത്തൊരാശയത്തിലേക്കാണ് ഈ ആയത്തും ഹദീസും ഒക്കെ അറിയിക്കുന്നത് എന്നവർ തട്ടിവിട്ടു. പക്ഷേ വലാ യകൂനുൽ അംറു കദാലിക, ഒരിക്കലും അവരാ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് ഈ വാക്കുകൾ അറിയിക്കുന്നു പോലുമില്ല. അങ്ങനെ ദുർവ്യാഖ്യാനിച്ചവർ, അങ്ങനെ വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട മുഅ്ജിസത്തുകളെ പോലും തള്ളിക്കളഞ്ഞവർ, ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പല യാഥാർത്ഥ്യങ്ങളോടും പുറംതിരിഞ്ഞു നിന്നവർ, ഭാഷയോട് പോലും നീതി പുലർത്താൻ അവർക്കായില്ല, ഭാഷയെക്കുറിച്ച് പോലും അറിയില്ല. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ നമ്മോട് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കൽ അനിവാര്യമായ ഇബാദത്തുകൾ, അവയുടെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെയേറെ ഗ്രാഹ്യവും അതുപോലെ തന്നെ ചിന്തിക്കലും പഠിക്കലുമൊക്കെ അനിവാര്യമായ കാര്യങ്ങൾക്ക് ഏറെ ഉപകരിക്കുന്ന ഈ ഭാഷ, അതിനോടൊരിക്കലും പുറംതിരിഞ്ഞു നിൽക്കരുത്. ഏത് ഭാഷയും പഠിക്കാം, ഭാഷ മാത്രമേ പഠിക്കാവൂ, മറ്റുള്ള ഭാഷകളൊന്നും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആവശ്യം തോന്നുന്ന ഭാഷകൾ ഏതാണോ അതൊക്കെ അപ്പപ്പോ പഠിച്ചെടുക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പലപ്പോഴും സുറിയാനി ഭാഷയിൽ യഹൂദികളുമായിട്ടുള്ള ഇടപാട് പത്രങ്ങളും കരാറ് പത്രങ്ങളൊക്കെ വരുമ്പോ ഇവരിതിന് വല്ല മാറ്റത്തിരുത്തലും വരുത്തുന്നുണ്ടോ, എന്താണ് അവർ പറഞ്ഞത് എന്നൊന്നും മനസ്സിലാകാതെ ആയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഹയികൾ രേഖപ്പെടുത്തിയിരുന്ന കാത്തിബുൽ വഹിയായി അറിയപ്പെടുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സെയ്ദേ, ഈ സുറിയാനി ഭാഷ പഠിക്കണം, സുറിയാനി ഭാഷ പഠിക്കണം. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അരമാസം 15 ദിവസം കൊണ്ട് ഞാൻ സുറിയാനി ഭാഷ പഠിച്ചെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരുന്ന കത്തും ഇടപാടുകളൊക്കെ ഞാൻ വായിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ തിരിച്ചെഴുതും. അതുപോലെ മഹാനവറുകൾ ഫാരിസി ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. ആവശ്യത്തിന് നമുക്ക് നേടിയെടുക്കാം. പക്ഷേ അവരൊന്നും തന്നെ അറബി ഭാഷ മറന്നിട്ടില്ല. കാരണം അത് അവരുടെ മാതൃഭാഷയായതുകൊണ്ട് മാത്രമല്ല, അത് ലുഗത്തുൽ ഖുർആൻ, ശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. നമ്മുടെ അടുത്തും ഖുർആനുണ്ട്, നമ്മുടെ കൈകളിലും ഖുർആനുണ്ട്. അതിന്റെ പ്രാഥമിക മര്യാദയാണ് അത് തെറ്റുകൂടാതെന്ന് വായിക്കാൻ അറിയാം. തെറ്റുകൂടാതെ വായിക്കാൻ, ഒരായത്ത് തെറ്റുകൂടാതെ വായിക്കലാണ് എനിക്കിഷ്ടം ഒരായത്ത് ഹിഫ്ളാക്കുന്നതിനേക്കാൾ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഒരായത്തിൽ തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യാതെ ഹിഫ്ളാക്കുന്നതിനേക്കാൾ. ആദ്യം വായിക്കാൻ പഠിച്ചിട്ടാണ് മനഃപ്പാഠമാക്കേണ്ടത്. എന്നിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കണം. അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ ഏത് ഭാഷയിലായി ഖുർആൻ? അറബി. അപ്പൊ അറബി ഭാഷ മനസ്സിലാകണം. എന്നിട്ട് അതിന്റെ അർത്ഥം, എന്നിട്ട് ആ ആശയം മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള തദബ്ബുർ, ചിന്ത, അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതായിരുന്നു മുൻഗാമികളുടെ നടപടിക്രമം. ആ മാർഗത്തിലാണ് എല്ലാ സുരക്ഷിതത്വവും ഉള്ളത്. അതുകൊണ്ട് അറബി ഭാഷയോട് കാണിക്കുന്ന ഈ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം മുസ്ലിമീങ്ങളെ നാം മാറ്റിയെടുത്ത് അതിന്റെ പ്രചാരകരും കുറേശ്ശെയായിട്ടെങ്കിലും നമ്മൾ ആ ഭാഷയോടൊന്ന് കൂടുതൽ ഒരു അടുപ്പം വെച്ച് അത് കൂടുതൽ ഗ്രഹിക്കുക. എന്തിനു വേണ്ടി? ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ വിശുദ്ധ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാലോ. മാത്രല്ല, കുറച്ചൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ സഹോദരന്മാരെ? നമുക്ക് അറബി ഭാഷ കുറച്ചൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാകാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയാൽ, ഭാഷയുടെ അറിവിന്റെ പേരിൽ ഇസ്ലാമിൽ മാറ്റിത്തിരുത്തലുകൾ വരുത്തുന്ന കക്ഷികൾ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം മാത്രം ഉദ്ധരിക്കുമ്പോൾ അതിന്റെ അപ്പുറമൊക്കെ നോക്കിയിട്ട് അവർ ഈ സമൂഹത്തിലേക്ക് വാരി വിതറുന്ന ദുർവ്യാഖ്യാനങ്ങളുടെ മുനയൊടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പുറമൊക്കെ എന്താ പറഞ്ഞു നോക്കാതെ നടുക്കുന്നതിന് മുറിച്ചിട്ടുണ്ടല്ലോ ചിലര്, കിതാബ് ഉദ്ധരിച്ച് അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് ആയത്തിൽ നിന്നൊക്കെ പറയുന്നു. അതിന്റെയൊക്കെ അബദ്ധം മനസ്സിലാക്കാനും ജനങ്ങളെ ഗ്രഹിപ്പിക്കാനുമൊക്കെ അനായാസേന നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പ്രയാസമല്ലത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വേണ്ടി ഒരു അധ്വാനം ചെലവഴിക്കണം. നാമും നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാരും അതിനുവേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ നമുക്ക് വലിയ പുണ്യമുണ്ട്. ആ പുണ്യം ഉദ്ദേശിക്കുമ്പോൾ നമുക്കതിന് പടച്ചവൻ കൂടുതൽ തൗഫീഖ് തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം അനിവാര്യമായും നാം പാരായണം ചെയ്യലും പഠിക്കലും നിർബന്ധമായ ലുഗത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ഭാഷ, അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമുള്ള ആവേശവും ഉന്മേഷവും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള സൗഭാഗ്യവും നമുക്കെല്ലാം അല്ലാഹു നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അറബി ഭാഷയിലാണ് നമുക്ക് നമ്മുടെ പല ഇബാദത്തുകളും നിർവഹിക്കാനുള്ളത്. അഥവാ നമ്മുടെ നമസ്കാരം. ആ നിസ്കാരത്തിൽ തെറ്റുകൂടാതെ അതിലുള്ള ദുആകളും ദിക്റുകളും ഒക്കെ നമുക്ക് ഉരുവിടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകളോട് ചോദിക്കുക, എനിക്ക് നിത്യജീവിതത്തിൽ നിസ്കാരത്തിന്റെ അകത്തും പുറത്തും ഞാൻ ചൊല്ലൽ അനിവാര്യമായ ദുആകളും ദിക്റുകളും എനിക്ക് പറയാൻ അറിയാമോ? ഇതൊരു വസ്തുതയല്ലേ പ്രിയമുള്ളവരെ? ഒന്ന് മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക. ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളൊന്ന് സ്വന്തത്തോട് ചോദിച്ചൊരു ഉത്തരം കണ്ടെത്തുക. നിസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടുന്ന അല്ലെങ്കിൽ ചൊല്ലേണ്ടുന്ന ദിക്ർ മുതൽ ആ നിസ്കാരത്തിൽ നിന്ന് തസ്ലീമിലൂടെ സലാം വീട്ടിക്കൊണ്ട് ഞാൻ പുറത്തു കിടക്കും വരെ എന്റെ നിസ്കാരം സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ഞാൻ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആ ദുആകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, അതിലെ പ്രാർത്ഥനകൾ എനിക്ക് പറയാൻ അറിയാമോ? എനിക്ക് ഉച്ചരിക്കാൻ അറിയാമോ? അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു പറയുന്നവരുണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർലി, അല്ലാഹുമ്മ അഗ്ഫിർലി ഉണ്ടോ? അല്ലാഹുമ്മ അഗ്ഫിർലി എന്നല്ലേ. എത്രയോ ആളുകളില്ലേ ഖാഫ് ഉച്ചരിക്കാൻ അറിയാത്തവർ. മുഴുവൻ കാഫാണ് അവർക്ക്. കാഫും ഒക്കെ ഒരുപോലെ, ഒക്കെ കാഫാണ്, എല്ലാം കാഫാണ്. അതുകൊണ്ട് നമ്മളൊരു ആത്മവിമർശനത്തിന് തയ്യാറാവണം സുഹൃത്തുക്കളെ. ഏറ്റവും നമ്മളല്ലാതെ ഭാഷയുടെ മേന്മ 28 ലോകരാഷ്ട്രങ്ങളുടെ ഭാഷയാണ്, UN-ന്റെ അംഗീകാരമുള്ള ഭാഷയാണെന്നൊക്കെ വാട്സപ്പിൽ അടിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. അത് കുറെ ആളുകൾ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും അല്ല മുസ്ലിമീങ്ങൾക്ക് അത് പഠിക്കൽ നിർബന്ധമായത്. അതിനേക്കാൾ അംഗീകാരമുള്ള ഭാഷകൾ വേറെ ഉണ്ടാവും. ഇത് നമ്മുടെ ഖബറിൽ നമുക്ക് അനിവാര്യമായത്, പരലോകത്തേക്ക് അനിവാര്യമായത്. അത് നമ്മൾ ചിന്തിച്ചോ? നമ്മളത് ആലോചിച്ചോ? നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ചിന്തിച്ചോ? നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ വരെ അറിഞ്ഞൂടാ, പറയാനറിയില്ല. എന്നാ അത് പഠിക്കാൻ ഒരാളോട് ചോദിക്കൂ. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെയാണ് കാര്യം. അതിനിപ്പോ ഒരാളോട് ചോദിച്ച അയാളെന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കുക? ഇതുവരെ ഈ ചങ്ങാതിക്ക് അറിയില്ലായിരുന്നു അല്ലേ? നിസ്കാരത്തിൽ ചൊല്ലേണ്ട തഹിയാത്ത് അറിയില്ലേ, ദിക്ർ അറിയില്ലേ, തസ്ബീഹ് അറിയില്ലേ? ഓ, വല്ലാത്ത കഷ്ടം തന്നെ എന്ന് എന്നെ കുറിച്ച് വിചാരിച്ചാൽ എന്താ സുഹൃത്തെ? നമുക്ക് എന്താ നഷ്ടം? എന്താ നമുക്ക് നഷ്ടം? വമ്പിച്ചൊരു വിജയമല്ലേ കാത്തിരിക്കുന്നത് നമ്മെ സ്വർഗലോകം. അതുകൊണ്ട് തെറ്റുകൂടാതെ ദുആകളും ദിക്റുകളും നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ഒക്കെ അറബിയിലല്ലേ. അത് രാവിലെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അത് രാവിലെ പറഞ്ഞുകൊണ്ടാ എഴുന്നേൽക്കണ്ടേ. എല്ലാവരും ഒന്നൊന്ന് സ്വന്തത്തോട് ചോദിക്ക്, ഇന്ന് ഞാനത് ചൊല്ലിയിട്ടാ എഴുന്നേറ്റത്? ശരി, ഇന്നലെ ഉറങ്ങാൻ കിടക്കുമ്പോ അവസാനം ഞാൻ എന്താ പറഞ്ഞത്? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഇതായിരിക്കണം ഉറങ്ങും മുമ്പ് നമ്മുടെ അവസാനത്തെ വാചകങ്ങൾ. ചോദിക്ക് സ്വന്തത്തോട്, ഇന്നലെ അത് പറഞ്ഞോ? ഇന്ന് ഇത് പറഞ്ഞോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തിന്? പഠിക്കുന്നു, കേൾക്കുന്നു, വായിക്കുന്നു, ഒരു വേള പലരേക്കും അത് അയച്ചു കൊടുക്കുന്നു. നമുക്കില്ലെങ്കിൽ, നമുക്കത് വേണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് സുഹൃത്തുക്കളെ പ്രയോജനം? അതുകൊണ്ട് നിസ്കാരത്തിന്റെ അകത്തും പുറത്തും നിറഞ്ഞു കിടക്കുകയാണ് ഒരുപാട് ദുആകളും ദിക്റുകളും. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ദിക്റുകൾ, നമുക്ക് എല്ലാ രംഗത്തുമുള്ള കാവൽ ഉണ്ട് എന്ന് പറയപ്പെട്ട ദിക്റുകൾ, മുസ്ലിമിന്റെ ഉരുക്ക് കോട്ടയായിക്കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടോ? ഭാഷ അറിയണം. അറബി ഭാഷയിലുള്ള അതിന്റെ ഉച്ചാരണങ്ങളൊക്കെ അറിഞ്ഞാലേ ഈ ദുആയും ദിക്റും നമുക്ക് ചൊല്ലാൻ കഴിയും. ഖുർആൻ ഓതാൻ കഴിയണമെങ്കിലും, നിസ്കരിക്കാൻ അറിയണമെങ്കിലും, ദുആ ഇരക്കണമെങ്കിലും, ദിക്റുകൾ ചൊല്ലണമെങ്കിലും, തസ്ബീഹ് ചൊല്ലണമെങ്കിലും, നിത്യജീവിതത്തിൽ അദ്കാറുകൾ ചൊല്ലണമെങ്കിലും ഒക്കെ ഈ ഭാഷയുടെ അക്ഷരങ്ങളെ ഉച്ചരിക്കാനെങ്കിലും അറിയണം. ഇതൊരു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് വേണ്ടത് ചെയ്യണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് റഹ്മാനായ നാഥൻ. നമ്മുടെ പാരത്രികമായ വിജയത്തിന് അനിവാര്യമായ കാര്യങ്ങളിൽ അലസരാവാതെ ഉന്മേഷപൂർവ്വം അവയിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും മോചനവും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ രോഗാവസ്ഥയിലുണ്ട്, ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. അള്ളാഹുവേ,
എല്ലാവരുടെയും പ്രയാസങ്ങളും വേദനകളും നീ അറിയുന്നവനാണ്. സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും നീ രക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.